ഐക്യരാഷ്ട്ര സംഘടനയുടെ അനുബന്ധ ഏജൻസികൾ: അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ ITU ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ. അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ അഥവാ ITU സ്ഥാപിതമായത് 1865 മെയ് 17-നാണ്. അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ സ്ഥാപിതമായത് 1865 മെയ് 17-നാണ്. ITU-വിന്റെ ആസ്ഥാനം ജനീവയാണ്. ITU-വിന്റെ ആസ്ഥാനം ജനീവയിലാണ്. എല്ലാ തരത്തിലുമുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള നിയന്ത്രണം വഹിക്കുന്നത് അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ ആണ്. എല്ലാ തരത്തിലുമുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള നിയന്ത്രണം വഹിക്കുന്നത് അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ ആണ്. അന്താരാഷ്ട്ര തപാൽ സമിതി യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ. അന്താരാഷ്ട്ര തപാൽ സമിതി അഥവാ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ നിലവിൽ വന്നത് 1874 ഒക്ടോബർ 9-നാണ്. അന്താരാഷ്ട്ര തപാൽ സമിതി നിലവിൽ വന്നതെന്നാണ് 1874 ഒക്ടോബർ 9-ന്. ലോക തപാൽ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 9-ആണ്. ലോക തപാൽ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 9-ആണ്. അന്താരാഷ്ട്ര തപാൽ സമിതി ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായ വർഷമാണ് 1948. അന്താരാഷ്ട്ര തപാൽ സമിതി ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായ വർഷമാണ് 1948. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ബേൺ. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ബേൺ ആണ്. അന്താരാഷ്ട്ര തപാൽ സമിതിയുടെ ഔദ്യോഗിക ഭാഷ ഫ്രഞ്ച് ആണ്. അന്താരാഷ്ട്ര തപാൽ സമിതിയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഫ്രഞ്ച്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ILO നിലവിൽ വന്ന വർഷം എന്നാണ്? 1919. ILO നിലവിൽ വന്ന വർഷമാണ് 1919. ILO-യുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. ILO-യുടെ ആസ്ഥാനം ജനീവയിലാണ്. ILO-യുടെ അംഗസംഖ്യ 187 ആണ്. ILO-യുടെ അംഗസംഖ്യ 187 ആണ്. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ പ്രത്യേക ഏജൻസിയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ പ്രത്യേക ഏജൻസിയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. ത്രികക്ഷി ഭരണ സംവിധാനമുള്ള ഒരേ ഒരു UN ഏജൻസിയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. ത്രികക്ഷി ഭരണ സംവിധാനമുള്ള ഒരേ ഒരു UN ഏജൻസിയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. ത്രികക്ഷി ഭരണ സംവിധാനത്തിലെ പ്രതിനിധികൾ ആരെല്ലാമാണ്? ഗവൺമെന്റ്, തൊഴിൽ ദാതാവ്, തൊഴിലാളി. ത്രികക്ഷി ഭരണ സംവിധാനത്തിലെ പ്രതിനിധികൾ ആരെല്ലാമാണ്? ഗവൺമെന്റ്, തൊഴിൽ ദാതാവ്, തൊഴിലാളി. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായ വർഷം എന്നാണ്? 1946. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായ വർഷമാണ് 1946. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷം എന്നാണ്? 1969. 1969-ലാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ILO-യുടെ നിലവിലെ ഡയറക്ടർ ജനറലാണ് ഗൈ റൈഡർ. ILO-യുടെ നിലവിലെ ഡയറക്ടർ ജനറലാണ് ഗൈ റൈഡർ. ILO-യുടെ ആപ്തവാക്യം എന്താണ്? ഇഫ് യു ഡിസയർ പീസ്, കൾട്ടിവേറ്റ് ജസ്റ്റിസ്. ILO-യുടെ ആപ്തവാക്യം എന്താണ്? ഇഫ് യു ഡിസയർ പീസ്, കൾട്ടിവേറ്റ് ജസ്റ്റിസ്. ഭക്ഷ്യ കാർഷിക സംഘടന FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. FAO നിലവിൽ വന്നതെന്നാണ്? 1945 ഒക്ടോബർ 16-ന്. FAO നിലവിൽ വന്നത് 1945 ഒക്ടോബർ 16-നാണ്. FAO-യുടെ ആസ്ഥാനം റോം ആണ്. FAO-യുടെ ആസ്ഥാനം എവിടെയാണ്? റോം. ലോക ഭക്ഷ്യദിനം എന്നാണ്? ഒക്ടോബർ 16. FAO നിലവിൽ വന്നത് 1945 ഒക്ടോബർ 16-നാണ്. ലോക ഭക്ഷ്യദിനം എന്നാണ്? ഒക്ടോബർ 16. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം രൂപം കൊണ്ട ആദ്യ ഏജൻസിയാണ് ഭക്ഷ്യ കാർഷിക സംഘടന. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം രൂപം കൊണ്ട ആദ്യ ഏജൻസിയാണ് ഭക്ഷ്യ കാർഷിക സംഘടന. അന്താരാഷ്ട്ര കാർഷിക വികസന നിധി IFAD രൂപം കൊണ്ട വർഷമാണ് 1977. അന്താരാഷ്ട്ര കാർഷിക വികസന നിധി IFAD രൂപം കൊണ്ട വർഷമാണ് 1977. FAO-യുടെ നിലവിലെ ഡയറക്ടർ ആരാണ്? ജോസ് ഗ്രാസിയാനോ ഡി സിൽവ. FAO-യുടെ നിലവിലെ ഡയറക്ടറാണ് ജോസ് ഗ്രാസിയാനോ ഡി സിൽവ.
ലോക തപാൽ ദിനം എന്നാണ് ഒക്ടോബർ 9. ദേശീയ തപാൽ ദിനം എന്നാണ് ഒക്ടോബർ 10. ലോക തപാൽ ദിനം ഒക്ടോബർ 9ഉം ദേശീയ തപാൽ ദിനം ഒക്ടോബർ 10ഉമാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? വത്തിക്കാൻ. ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? മൊണാക്കോ. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാനും ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം മൊണാക്കോയുമാണ്. ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന യുനെസ്കോ, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. യുനെസ്കോ രൂപീകൃതമായതെന്നാണ്? 1945 നവംബർ 16. യുനെസ്കോ രൂപീകൃതമായതെന്നാണ്? 1945 നവംബർ 16. യുനെസ്കോയുടെ നിലവിലെ അംഗസംഖ്യ 195 ആണ്. യുനെസ്കോയുടെ നിലവിലെ അംഗസംഖ്യ എത്രയാണ്? 195. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? പാരീസ്. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. ലോക പൈതൃക പട്ടിക പുറത്തിറക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് യുനെസ്കോ. ലോക പൈതൃക പട്ടിക പുറത്തിറക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ്? യുനെസ്കോ. കലിംഗ പുരസ്കാരം നൽകുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് യുനെസ്കോ. കലിംഗ പുരസ്കാരം നൽകുന്ന അന്താരാഷ്ട്ര സംഘടന ഏത് തന്നെയാണ്? യുനെസ്കോ. കലിംഗ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷമാണ് 1952. കലിംഗ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ഏതാണ്? 1952. കലിംഗ പുരസ്കാരത്തിന് ധനസഹായം നൽകുന്ന ഇന്ത്യയിലെ സ്ഥാപനം ഏതാണ്? കലിംഗ ഫൗണ്ടേഷൻ ട്രസ്റ്റ്. കലിംഗ പുരസ്കാരത്തിന് ധനസഹായം നൽകുന്ന ഇന്ത്യയിലെ സ്ഥാപനമാണ് കലിംഗ ഫൗണ്ടേഷൻ ട്രസ്റ്റ്. കലിംഗ പുരസ്കാരത്തിന് മുൻകൈയെടുത്ത ഇന്ത്യയിലെ മുഖ്യമന്ത്രി ആരാണ്? ബിജു പട്നായിക്. കലിംഗ പുരസ്കാരത്തിന് മുൻകൈ എടുത്ത ഇന്ത്യയിലെ മുഖ്യമന്ത്രിയാണ് ബിജു പട്നായിക്. കലിംഗ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആരാണ്? ഫ്രാൻസിലെ ലൂയിസ് ഡി ബ്രോഗ്ലി. കലിംഗ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തിയാണ് ഫ്രാൻസിലെ ലൂയിസ് ഡി ബ്രോഗ്ലി. കലിംഗ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ ആരാണ്? 1963 ജഗജിത് സിംഗ്. കലിംഗ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യനാണ് 1963 ജഗജിത് സിംഗ്. മ്യാൻമാറിന്റെ ആദ്യ യുനെസ്കോ ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇൻലെ ലേക്ക് ആണ്. മ്യാൻമാറിന്റെ ആദ്യ യുനെസ്കോ ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇൻലെ ലേക്ക്. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ 1000ാമത്തെ കേന്ദ്രമാണ് ഒഗവാങ്കോ ഡെൽറ്റ, ബൊട്സ്വാന. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ 1000ാമത്തെ സ്ഥാനത്തിരിക്കുന്ന കേന്ദ്രമാണ് ഒഗവാങ്കോ ഡെൽറ്റ, ബൊട്സ്വാന. 2018 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തെരഞ്ഞെടുത്തത് ഏതൻസ് ആണ്. 2018 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തെരഞ്ഞെടുത്തത് ഏതൻസ്. 2019 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തെരഞ്ഞെടുത്തത് ഏതാണ്? ഷാർജ. 2019 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തെരഞ്ഞെടുത്തത് ഷാർജയാണ്. ഡൽഹി ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുത്തത് 2003 ഡൽഹി ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുത്തത് 2003 ഇന്ത്യ യുനെസ്കോയിൽ 2007 യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിൽ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ സ്ഥാനം നേടിയ പ്രാചീന ഇന്ത്യൻ കൃതിയാണ് ഋഗ്വേദത്തിന്റെ ലിഖിത രൂപം. 2007 യുനെസ്കോയുടെ ഓർമ്മ പുസ്തകം അഥവാ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ സ്ഥാനം നേടിയ പ്രാചീന ഇന്ത്യൻ കൃതിയാണ് ഋഗ്വേദത്തിന്റെ ലിഖിത രൂപം. 2010-2011 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ ഇന്ത്യൻ കലാരൂപങ്ങളാണ് കേരളത്തിൽ നിന്നുള്ള മുടിയേറ്റ്, കിഴക്കേ ഇന്ത്യയിൽ നിന്നുള്ള ജാവ്, രാജസ്ഥാനിൽ നിന്നുള്ള കർബേലിയ എന്നിവ. 2010-2011 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ ഇന്ത്യൻ കലാരൂപങ്ങളാണ് കേരളത്തിൽ നിന്നും മുടിയേറ്റ്, കിഴക്കേ ഇന്ത്യയിൽ നിന്നും ജാവ്, രാജസ്ഥാനിൽ നിന്നും കർബേലിയ എന്നിവ. 2015 യുനെസ്കോയുടെ എക്സലൻസ് അവാർഡ് ലഭിച്ച കേരളത്തിലെ ക്ഷേത്രമാണ് തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രം. 2015 യുനെസ്കോയുടെ എക്സലൻസ് അവാർഡ് ലഭിച്ച കേരളത്തിലെ ക്ഷേത്രമാണ് തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രം. 2016 യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയത് യോഗ ആണ്. 2016 യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയത് യോഗ. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മിക്സഡ് സൈറ്റാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മിക്സഡ് സൈറ്റാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം. അന്താരാഷ്ട്ര നാണയ നിധി IMF
ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. IMF സ്ഥാപിതമായത് 1945 ഡിസംബർ 27-നാണ്. IMF സ്ഥാപിതമായത് 1945 ഡിസംബർ 27-നാണ്. IMFന്റെ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് മുതലാണ്? 1947 മാർച്ച് 1 മുതൽ. IMFന്റെ പ്രവർത്തനം ആരംഭിച്ചത് 1947 മാർച്ച് 1 മുതലാണ്. IMFന്റെ അംഗസംഖ്യ 189 ആണ്. IMFന്റെ അംഗസംഖ്യ 189 ആണ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. IMFന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ പങ്കെടുത്ത ലോക പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനാരാണ്? ഇർവിൻ ഫിഷർ. IMFന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ പങ്കെടുത്ത ലോക പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഇർവിൻ ഫിഷർ. IMFന്റെ വിനിമയ കറൻസി ഏതാണ്? SDR, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്നതാണ്. IMFന്റെ വിനിമയ കറൻസിയാണ് SDR അഥവാ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. IMFന്റെ ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? കാമില്ലെ ഗാട്ട്, ബെൽജിയം. IMFന്റെ ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടറാണ് കാമില്ലെ ഗാട്ട്, ബെൽജിയം. IMFന്റെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ക്രിസ്റ്റീന ലെഗാർദെ. IMFന്റെ നിലവിലെ മാനേജിംഗ് ഡയറക്ടറാണ് ക്രിസ്റ്റീന ലെഗാർദെ. IMFന്റെ ആദ്യ വനിതാ മാനേജിംഗ് ഡയറക്ടറാണ് ക്രിസ്റ്റീന ലെഗാർദെ, ഫ്രാൻസ്. IMFന്റെ ആദ്യ വനിതാ മാനേജിംഗ് ഡയറക്ടറാണ് ക്രിസ്റ്റീന ലെഗാർദെ, ഫ്രാൻസ്. ലോകബാങ്ക്, വേൾഡ് ബാങ്ക്. ലോകബാങ്ക് നിലവിൽ വന്നത് 1945 ഡിസംബർ 27-നാണ്. ലോകബാങ്ക് നിലവിൽ വന്നത് 1945 ഡിസംബർ 27-നാണ്. ലോകബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 1946 ജൂൺ 25 മുതലാണ്. ലോകബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 1946 ജൂൺ 25 മുതലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കാണ് ലോകബാങ്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കാണ് ലോകബാങ്ക്. ലോകബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC. ലോകബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും ആണ്. ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയുമാണ്. 1944 ജൂലൈ 1 മുതൽ 22 വരെ അമേരിക്കയിലെ ബ്രെട്ടൺ വുഡിൽ ചേർന്ന സമ്മേളനമാണ് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും രൂപീകരിക്കാൻ കാരണമായത്. 1944 ജൂലൈ 1 മുതൽ 22 വരെ അമേരിക്കയിലെ ബ്രെട്ടൺ വുഡിൽ ചേർന്ന സമ്മേളനമാണ് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും രൂപീകരിക്കാൻ കാരണമായത്. ബ്രെട്ടൺ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാർ ആരെല്ലാമാണ്? RK ഷൺമുഖം ചെട്ടി, CD ദേശ്മുഖ്, BK മദൻ എന്നിവരാണ്. ബ്രെട്ടൺ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാർ ആരെല്ലാമാണ്? RK ഷൺമുഖം ചെട്ടി, CD ദേശ്മുഖ്, BK മദൻ. ദ തേർഡ് വിൻഡോ എന്ന പദം ലോകബാങ്കുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദ തേർഡ് വിൻഡോ എന്ന പദം ലോകബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകബാങ്ക് പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ്. ലോകബാങ്ക് പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ്. ലോകബാങ്കിന്റെ ആപ്തവാക്യം എന്താണ്? ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി, വർക്കിംഗ് ഫോർ എ വേൾഡ് ഫ്രീ ഓഫ് പോവർട്ടി. ലോകബാങ്കിന്റെ ആപ്തവാക്യം എന്താണ്? വർക്കിംഗ് ഫോർ എ വേൾഡ് ഫ്രീ ഓഫ് പോവർട്ടി, ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി എന്നതാണ്. ലോകബാങ്കിൽ നിന്നും വായ്പ എടുത്ത ആദ്യ രാജ്യം ഏതാണ്? ഫ്രാൻസ്. ലോകബാങ്കിൽ നിന്നും വായ്പ എടുത്ത ആദ്യ രാജ്യമാണ് ഫ്രാൻസ്. ലോകബാങ്കിന്റെ ആദ്യ പ്രസിഡന്റ് യുജിൻ മേയർ ആണ്. ലോകബാങ്കിന്റെ ആദ്യ പ്രസിഡന്റാണ് യുജിൻ മേയർ. ലോകബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റാണ് ജിം യോങ് കിം, ദക്ഷിണ കൊറിയ. ലോകബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റാണ് ജിം യോങ് കിം, ദക്ഷിണ കൊറിയ. ലോകബാങ്ക് പ്രധാനമായും 5 ഏജൻസികൾ ചേർന്നതാണ്. ലോകബാങ്ക് പ്രധാനമായും 5 ഏജൻസികൾ ചേർന്നതാണ്. അവയാണ്: 1. അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക് അഥവാ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് IBRD. 2. അന്താരാഷ്ട്ര വികസന സമിതി ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ അഥവാ IDA. 3. അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷൻ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ അഥവാ IFC. 4. ബഹുമുഖ നിക്ഷേപ ഗ്യാരണ്ടി ഏജൻസി ദ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി.
5. അന്താരാഷ്ട്ര നിക്ഷേപ തർക്ക പരിഹാര കേന്ദ്രം ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്സ് ICSID. ലോകബാങ്ക് പ്രധാനമായും 5 ഏജൻസികൾ ചേർന്നതാണ്. അവയാണ് അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക്, അന്താരാഷ്ട്ര വികസന സമിതി, അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷൻ, ബഹുമുഖ നിക്ഷേപ ഗ്യാരണ്ടി ഏജൻസി, അന്താരാഷ്ട്ര നിക്ഷേപ തർക്ക പരിഹാര കേന്ദ്രം എന്നിവ. ലോകബാങ്കിന്റെ ഇൻഷുറൻസ് വിഭാഗം എന്നറിയപ്പെടുന്നത് ബഹുകക്ഷി നിക്ഷേപ സുരക്ഷാ ഏജൻസി MIGA മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി ആണ്. ലോകബാങ്കിന്റെ ഇൻഷുറൻസ് വിഭാഗം എന്നറിയപ്പെടുന്നത് ബഹുകക്ഷി നിക്ഷേപ സുരക്ഷാ ഏജൻസി MIGA മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി ആണ്. വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാൻ രൂപീകരിച്ച സംഘടനയാണ് ബഹുകക്ഷി നിക്ഷേപ സുരക്ഷാ ഏജൻസി. വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാൻ രൂപീകരിച്ച സംഘടനയാണ് ബഹുകക്ഷി നിക്ഷേപ സുരക്ഷാ ഏജൻസി. അന്താരാഷ്ട്ര നാണയനിധിയിലും ലോകബാങ്കിലും അംഗമായ 189ാമത്തെ രാജ്യമാണ് നൗറു. അന്താരാഷ്ട്ര നാണയനിധിയിലും ലോകബാങ്കിലും അംഗമായ 189ാമത്തെ രാജ്യമാണ് നൗറു. ഐക്യരാഷ്ട്ര ശിശുക്ഷേമ സമിതി യൂണിസെഫ് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്. യൂണിസെഫ് യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് ഫണ്ട് ഐക്യരാഷ്ട്ര ശിശുക്ഷേമ സമിതി. യൂണിസെഫ് രൂപീകൃതമായത് 1946 ഡിസംബർ 11-നാണ്. യൂണിസെഫ് രൂപീകൃതമായത് 1946 ഡിസംബർ 11-നാണ്. യൂണിസെഫിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക്. യൂണിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ്. യൂണിസെഫിന്റെ അംഗസംഖ്യ 193. യൂണിസെഫിന്റെ അംഗസംഖ്യ 193. യൂണിസെഫ് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായ വർഷമാണ് 1953. യൂണിസെഫ് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായ വർഷമാണ് 1953. യൂണിസെഫിന് നോബൽ സമ്മാനം ലഭിച്ച വർഷമാണ് 1965. സമാധാനത്തിനുള്ള നോബേലാണ് ലഭിച്ചത്. യൂണിസെഫിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം 1965 ആണ്. യൂണിസെഫിലെ ഇന്ത്യക്കാർ. യൂണിസെഫിന്റെ ദക്ഷിണേന്ത്യൻ അംബാസിഡറായി നിയമിതനായ വ്യക്തിയാണ് 2013 സച്ചിൻ ടെണ്ടുൽക്കർ. യൂണിസെഫിന്റെ ദക്ഷിണേന്ത്യൻ അംബാസിഡറായി നിയമിതനായ വ്യക്തിയാണ് 2013 സച്ചിൻ ടെണ്ടുൽക്കർ. യൂണിസെഫിന്റെ ദക്ഷിണേന്ത്യൻ അംബാസിഡറായി 2014 നിയമിതനായ വ്യക്തിയാണ് അമീർ ഖാൻ. യൂണിസെഫിന്റെ ദക്ഷിണേന്ത്യൻ അംബാസിഡറായി 2014 നിയമിതനായ വ്യക്തിയാണ് അമീർ ഖാൻ. 2016 യൂണിസെഫിന്റെ ആഗോള ഗുഡ്വിൽ അംബാസിഡറായി തെരഞ്ഞെടുത്തത് പ്രിയങ്ക ചോപ്ര. 2016 യൂണിസെഫിന്റെ ആഗോള ഗുഡ്വിൽ അംബാസിഡറായി തെരഞ്ഞെടുത്തത് പ്രിയങ്ക ചോപ്ര. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് എവിടെയാണ്? പാരീസ്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് പാരീസിലാണ്. ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ UNHRC യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. UNHRC രൂപീകൃതമായ വർഷം 1946 ആണ്. UNHRC രൂപീകൃതമായ വർഷമാണ് 1946. UN പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചത് 1948 ഡിസംബർ 10 പാരീസ് സമ്മേളനത്തിൽ വച്ചാണ്. UN പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചത് 1948 ഡിസംബർ 10 പാരീസ് സമ്മേളനത്തിൽ വച്ചാണ്. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10 ആണ്. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10 ആണ്. ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ ദിനം ആചരിച്ചു തുടങ്ങിയ വർഷമാണ് 1950. ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ ദിനം ആചരിച്ചു തുടങ്ങിയ വർഷമാണ് 1950. UN മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ശില്പിയാണ് ജോൺ പീറ്റേഴ്സ് ഹംഫ്രി. UN മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ശില്പിയാണ് ജോൺ പീറ്റേഴ്സ് ഹംഫ്രി. മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ മനുഷ്യവംശത്തിന്റെ അന്താരാഷ്ട്ര മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് എലനോർ റൂസ്വെൽറ്റ് ആണ്. മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ മനുഷ്യവംശത്തിന്റെ അന്താരാഷ്ട്ര മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് എലനോർ റൂസ്വെൽറ്റ് ആണ്. എല്ലാ ജനങ്ങളും രാഷ്ട്രങ്ങളും കൈവരിക്കേണ്ട പൊതുപ്രമാണം എന്ന് മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ വിശേഷിപ്പിച്ചത് UN പൊതുസഭയാണ്. എല്ലാ ജനങ്ങളും രാഷ്ട്രങ്ങളും കൈവരിക്കേണ്ട പൊതുപ്രമാണം എന്ന് മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ വിശേഷിപ്പിച്ചത് UN പൊതുസഭയാണ്. UNHRC അന്താരാഷ്ട്ര മനുഷ്യാവകാശ കൗൺസിലായ വർഷം 2006 ആണ്. UNHRC അന്താരാഷ്ട്ര മനുഷ്യാവകാശ കൗൺസിലായ വർഷമാണ് 2006. അന്താരാഷ്ട്ര വ്യോമയാന സംഘടന ICAO ഇന്റർനാഷണൽ സിവിൽ ആവിയേഷൻ ഓർഗനൈസേഷൻ.
ICAO ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ. ICAO സംഘടന നിലവിൽ വന്നത് 1944 ഏപ്രിൽ 4-നാണ്. ICAO സംഘടന നിലവിൽ വന്നത് 1944 ഏപ്രിൽ 4-നാണ്. ICAOയുടെ ആസ്ഥാനം മോൺട്രിയൽ, കാനഡയിലാണ്. ICAOയുടെ ആസ്ഥാനമാണ് കാനഡയിലെ മോൺട്രിയൽ. ICAOയുടെ അംഗസംഖ്യ 192 ആണ്. ICAOയുടെ അംഗസംഖ്യ 192. ലോകാരോഗ്യ സംഘടന WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായതെന്നാണ് 1948 ഏപ്രിൽ 7. ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായത് 1948 ഏപ്രിൽ 7-നാണ്. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 7. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7 ആണ്. ലോകാരോഗ്യ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, രോഗനിവാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നത്. ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, രോഗനിവാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നതെല്ലാം ലോകാരോഗ്യ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയിലാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ഏക ഇന്ത്യൻ വനിതയാണ് രാജ്കുമാരി അമൃത് കൗർ. ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ഏക ഇന്ത്യൻ വനിതയാണ് രാജ്കുമാരി അമൃത് കൗർ. ലോകാരോഗ്യ സംഘടനയിൽ ഓഡിറ്ററായി നിയമിതനായ ആദ്യ ഏഷ്യക്കാരനാണ് VN കൗൾ. ലോകാരോഗ്യ സംഘടനയിൽ ഓഡിറ്ററായി നിയമിതനായ ആദ്യ ഏഷ്യക്കാരനാണ് VN കൗൾ. WHOയുടെ നിലവിലെ ഡയറക്ടർ ജനറലാണ് ടെദറോസ് അദനോം ഗെബ്രൈസസ്. WHOയുടെ നിലവിലെ ഡയറക്ടർ ജനറലാണ് ടെദറോസ് അദനോം ഗെബ്രൈസസ്. അന്താരാഷ്ട്ര മാരിടൈം സംഘടന IMO, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ. IMO സ്ഥാപിതമായ വർഷം 1948. IMO സ്ഥാപിതമായ വർഷം 1948. IMOയുടെ ആസ്ഥാനം ലണ്ടൻ. IMOയുടെ ആസ്ഥാനം ലണ്ടൻ. IMOയുടെ അംഗസംഖ്യ 174. IMOയുടെ അംഗസംഖ്യ 174. അംഗരാജ്യങ്ങൾ തമ്മിലുള്ള നാവിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക, സമുദ്രാതിർത്തി നിർണയിക്കുക എന്നീ കർത്തവ്യങ്ങൾ മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് അന്താരാഷ്ട്ര മാരിടൈം സംഘടന. അംഗരാജ്യങ്ങൾ തമ്മിലുള്ള നാവിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക, സമുദ്രാതിർത്തി നിർണയിക്കുക എന്നീ കർത്തവ്യങ്ങൾ മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് അന്താരാഷ്ട്ര മാരിടൈം സംഘടന. വേൾഡ് മീറ്റ്രോളജിക്കൽ ഓർഗനൈസേഷൻ WMO, ലോക കാലാവസ്ഥാ സംഘടന. WMO സ്ഥാപിതമായ വർഷം 1950 ആണ്. WMO സ്ഥാപിതമായ വർഷമാണ് 1950. WMOയുടെ ആസ്ഥാനം ജനീവയാണ്. WMOയുടെ ആസ്ഥാനമാണ് ജനീവ. WMOയുടെ മുൻഗാമിയാണ് ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ അഥവാ IMO. ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ IMO എന്നത് WMOയുടെ മുൻഗാമിയാണ്. IMO സ്ഥാപിതമായ വർഷമാണ് 1873. IMO സ്ഥാപിതമായ വർഷമാണ് 1873. ലോക കാലാവസ്ഥയെയും മറ്റ് അന്തരീക്ഷ പ്രതിഭാസങ്ങളെയും കുറിച്ച് പഠനം നടത്തി വിവര കൈമാറ്റം നടത്തുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയാണ് ലോക കാലാവസ്ഥാ സംഘടന. ലോക കാലാവസ്ഥയെയും മറ്റ് അന്തരീക്ഷ പ്രതിഭാസങ്ങളെയും കുറിച്ച് പഠനം നടത്തി വിവര കൈമാറ്റം നടത്തുന്ന അന്താരാഷ്ട്ര സഭയുടെ ഏജൻസിയാണ് ലോക കാലാവസ്ഥാ സംഘടന. ഐക്യരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷൻ UNHCR, യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ്. ഐക്യരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷൻ UNHCR, യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ്. UNHCR സ്ഥാപിതമായത് 1950 ഡിസംബർ 14-നാണ്. UNHCR സ്ഥാപിതമായത് 1950 ഡിസംബർ 14-നാണ്. UNHCRന്റെ ആസ്ഥാനം ജനീവയിലാണ്. UNHCRന്റെ ആസ്ഥാനം ജനീവ. ആഗോളതലത്തിൽ അഭയാർത്ഥി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി രൂപീകൃതമായ സംഘടനയാണ് ഐക്യരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷൻ. ആഗോളതലത്തിൽ അഭയാർത്ഥി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി രൂപീകൃതമായ സംഘടനയാണ് ഐക്യരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷൻ. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി IAEA, ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി രൂപീകൃതമായത് 1957 ജൂലൈ 29-നാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി രൂപീകൃതമായത് 1957 ജൂലൈ 29-നാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം ആസ്ട്രിയയിലെ വിയന്നയാണ്.
അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം ആസ്ട്രിയയിലെ വിയന്ന. IAEAയുടെ അംഗസംഖ്യ 170. IAEAയുടെ അംഗസംഖ്യ 170. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പ്രഖ്യാപിത നയമാണ് ആണവോർജം സമാധാനത്തിന്, ആറ്റം ഫോർ പീസ് എന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പ്രഖ്യാപിത നയമാണ് ആണവോർജം സമാധാനത്തിന്, ആറ്റം ഫോർ പീസ് എന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷമാണ് 2005. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷമാണ് 2005. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ സേഫ് ഗാർഡ് ഓഫീസസ് സ്ഥിതി ചെയ്യുന്നത് ടൊറന്റോ, കാനഡയിലാണ്. ടോക്കിയോ, ജപ്പാനിലാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ സേഫ് ഗാർഡ് ഓഫീസസ് സ്ഥിതി ചെയ്യുന്നത് കാനഡയിലെ ടൊറന്റോയിലും ജപ്പാനിലെ ടോക്കിയോയിലുമാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പ്രഥമ അധ്യക്ഷനാണ് W. സ്റ്റെർലിംഗ് കോളെ. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പ്രഥമ അധ്യക്ഷനാണ് W. സ്റ്റെർലിംഗ് കോളെ. IAEAയുടെ നിലവിലെ തലവനാണ് യുകിയ അമാനോ. IAEAയുടെ നിലവിലെ തലവനാണ് യുകിയ അമാനോ. അന്താരാഷ്ട്ര വ്യാപാര വികസന ചർച്ചാ സമിതി UNCTAD, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. UNCTAD സ്ഥാപിതമായ വർഷം 1964 ആണ്. UNCTAD സ്ഥാപിതമായ വർഷം 1964. UNCTADയുടെ ആസ്ഥാനം ജനീവയാണ്. UNCTADയുടെ ആസ്ഥാനം ജനീവ. UNCTADയുടെ അംഗസംഖ്യ 194. UNCTADയുടെ അംഗസംഖ്യ 194. വ്യാപാരത്തിലൂടെ വികസ്വര അല്ലെങ്കിൽ വികസിത രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകൃതമായ സംഘടനയാണ് ഐക്യരാഷ്ട്ര വ്യാപാര വികസന ചർച്ചാ സമിതി. വ്യാപാരത്തിലൂടെ വികസ്വര അല്ലെങ്കിൽ വികസിത രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകൃതമായ സംഘടനയാണ് ഐക്യരാഷ്ട്ര വ്യാപാര വികസന ചർച്ചാ സമിതി. ഐക്യരാഷ്ട്ര വികസന പരിപാടി UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഐക്യരാഷ്ട്ര വികസന പരിപാടി നിലവിൽ വന്ന വർഷം 1965 ആണ്. ഐക്യരാഷ്ട്ര വികസന പരിപാടി നിലവിൽ വന്ന വർഷം 1965. അംഗരാജ്യങ്ങളുടെ മാനവശേഷിയും ജീവിത നിലവാരവും വിലയിരുത്താൻ ആവശ്യമായ സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് സൂചിക തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര വികസന പരിപാടി. അംഗരാജ്യങ്ങളുടെ മാനവശേഷിയും ജീവിത നിലവാരവും വിലയിരുത്താൻ ആവശ്യമായ സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് സൂചിക തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര വികസന പരിപാടി. ഐക്യരാഷ്ട്ര വികസന പരിപാടി പ്രസിദ്ധീകരിക്കുന്ന വാർഷിക പഠന റിപ്പോർട്ടാണ് മാനവശേഷി വികസന റിപ്പോർട്ട്. ഐക്യരാഷ്ട്ര വികസന പരിപാടി പ്രസിദ്ധീകരിക്കുന്ന വാർഷിക പഠന റിപ്പോർട്ടാണ് മാനവശേഷി വികസന റിപ്പോർട്ട്. രാജ്യങ്ങളുടെ മാനവശേഷി നിർണ്ണയിക്കുന്നതിന് UNDP മാനദണ്ഡമാക്കുന്ന വസ്തുതകളാണ് സാക്ഷരത, ആയുർദൈർഘ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നിവ. രാജ്യങ്ങളുടെ മാനവശേഷി നിർണ്ണയിക്കുന്നതിന് UNDP മാനദണ്ഡമാക്കുന്ന വസ്തുതകളാണ് സാക്ഷരത, ആയുർദൈർഘ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നിവ. മാനവ വികസന സൂചിക എന്ന ആശയത്തിന് രൂപം നൽകിയ വർഷമാണ് 1990. മാനവ വികസന സൂചിക എന്ന ആശയത്തിന് രൂപം നൽകിയ വർഷമാണ് 1990. മാനവ വികസന റിപ്പോർട്ടിലെ ആമുഖം തയ്യാറാക്കുന്നതിൽ പ്രമുഖ പങ്ക് വഹിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. മാനവ വികസന റിപ്പോർട്ടിലെ ആമുഖം തയ്യാറാക്കുന്നതിൽ പ്രമുഖ പങ്ക് വഹിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. 2018 മാനവശേഷി വികസന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 130 ആണ്. ഒന്നാം സ്ഥാനം നോർവേ ആണ്. 2018 മാനവശേഷി വികസന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 130 ആണ്. ഒന്നാം സ്ഥാനം നോർവേക്കാണ്. ഐക്യരാഷ്ട്ര വ്യവസായ വികസന സംഘടന യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. UNIDO സ്ഥാപിതമായ വർഷം 1966 ആണ്. UNIDO സ്ഥാപിതമായ വർഷമാണ് 1966. UNIDOയുടെ ആസ്ഥാനമാണ് വിയന്ന. UNIDOയുടെ ആസ്ഥാനം വിയന്നയാണ്. ബൗദ്ധിക സ്വത്തവകാശ സംഘടന IPO, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. ബൗദ്ധിക സ്വത്തവകാശ സംഘടന IPO, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന നിലവിൽ വന്ന വർഷമാണ് 1967. ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന നിലവിൽ വന്ന വർഷമാണ് 1967.
ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക ഏജൻസിയായ വർഷമാണ് 1974. ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക ഏജൻസിയായ വർഷമാണ് 1974. ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടനയുടെ ആസ്ഥാനം ജനീവയിലാണ്. ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ലോക ബൗദ്ധിക സ്വത്തവകാശ ദിനം ഏപ്രിൽ 26. ലോക ബൗദ്ധിക സ്വത്തവകാശ ദിനം ഏപ്രിൽ 26. ലോക പരിസ്ഥിതി സംഘടന UNEP യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റ് പ്രോഗ്രാം. യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റ് പ്രോഗ്രാം 1972 ജൂൺ 5 മുതൽ 16 വരെ UN ആഭിമുഖ്യത്തിൽ നടന്ന സ്റ്റോക്ക്ഹോം കോൺഫറൻസിന്റെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ വന്ന സംഘടനയാണ് ലോക പരിസ്ഥിതി സംഘടന. 1972 ജൂൺ 5 മുതൽ 16 വരെ UN ആഭിമുഖ്യത്തിൽ നടന്ന സ്റ്റോക്ക്ഹോം കോൺഫറൻസിന്റെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ വന്ന സംഘടനയാണ് ലോക പരിസ്ഥിതി സംഘടന. UNEP സ്ഥാപിതമായത് 1972 ഡിസംബർ 15-നാണ്. UNEP സ്ഥാപിതമായത് 1972 ഡിസംബർ 15-ന്. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5. UNEPയുടെ ആസ്ഥാനം കെനിയയിലെ നൈറോബി. UNEPയുടെ ആസ്ഥാനം കെനിയയിലെ നൈറോബി. UNEPയുടെ മുദ്രാവാക്യം എൻവയോൺമെന്റ് ഫോർ ഡെവലപ്മെന്റ് എന്നതാണ്. UNEPയുടെ മുദ്രാവാക്യം എൻവയോൺമെന്റ് ഫോർ ഡെവലപ്മെന്റ് എന്നതാണ്. ലോക പരിസ്ഥിതി ദിനം 2018 ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഇന്ത്യ. ലോക പരിസ്ഥിതി ദിനം 2018 ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഇന്ത്യ. അന്താരാഷ്ട്ര ടൂറിസം ഓർഗനൈസേഷൻ UNWTO യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. UNWTO രൂപീകൃതമായ വർഷം 1975 UNWTO രൂപീകൃതമായ വർഷം 1975. UNWTOയുടെ ആസ്ഥാനം സ്പെയിനിലെ മാഡ്രിഡ്. UNWTOയുടെ ആസ്ഥാനം സ്പെയിനിലെ മാഡ്രിഡ്. ലോക ടൂറിസം ദിനമാണ് സെപ്റ്റംബർ 27. ലോക ടൂറിസം ദിനമാണ് സെപ്റ്റംബർ 27. UN ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഇയർ ആണ് 1967. UN ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഇയർ ആണ് 1967. UN ഇന്റർനാഷണൽ ഇയർ ഓഫ് ടൂറിസം ഫോർ ഡെവലപ്മെന്റ് ആയി ആചരിച്ച വർഷമാണ് 2017. UN ഇന്റർനാഷണൽ ഇയർ ഓഫ് ടൂറിസം ഫോർ ഡെവലപ്മെന്റ് ആയി ആചരിച്ച വർഷമാണ് 2017. ലോക വ്യാപാര സംഘടന WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഗാട്ട് കരാർ GATT ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ്. ഗാട്ട് കരാർ ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഗാട്ട് കരാർ ആണ്. ഗാട്ട് കരാർ ഒപ്പുവെച്ച വർഷമാണ് 1947 ഒക്ടോബർ 30. ഗാട്ട് കരാർ ഒപ്പുവെച്ച വർഷമാണ് 1947 ഒക്ടോബർ 30. ഗാട്ട് കരാർ നിലവിൽ വന്നത് 1948 ജനുവരി 1. ഗാട്ട് കരാർ നിലവിൽ വന്നത് 1948 ജനുവരി 1. ലോക വ്യാപാര സംഘടന സ്ഥാപിതമായത് 1995 ജനുവരി 1. ലോക വ്യാപാര സംഘടന സ്ഥാപിതമായത് 1995 ജനുവരി 1. ലോക വ്യാപാര സംഘടന നിലവിൽ വരാൻ കാരണമായ ഉച്ചകോടി നടന്നത് 1994 ഏപ്രിൽ 15-ന് മൊറോക്കയിലെ മറാക്കേഷിൽ വെച്ചായിരുന്നു. ലോക വ്യാപാര സംഘടന നിലവിൽ വരാൻ കാരണമായ ഉച്ചകോടി നടന്നത് 1994 ഏപ്രിൽ 15-ന് മൊറോക്കോയിലെ മറാക്കേഷിൽ വെച്ചായിരുന്നു. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് 1995 ജനുവരി 1-ന്. ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് 1995 ജനുവരി 1-ന്. WTOയുടെ നിലവിലെ അംഗരാജ്യങ്ങൾ 164. WTOയുടെ നിലവിലെ അംഗരാജ്യങ്ങൾ 164. WTOയുടെ 164-ാമത്തെ അംഗമാണ് അഫ്ഗാനിസ്ഥാൻ. WTOയുടെ 164-ാമത്തെ അംഗമാണ് അഫ്ഗാനിസ്ഥാൻ. WTOയുടെ 163-ാമത്തെ അംഗമാണ് ലൈബീരിയ. WTOയുടെ 163-ാമത്തെ അംഗമാണ് ലൈബീരിയ. UN വിമൺ വനിതകളുടെ ക്ഷേമത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയാണ് UN വുമൺ. വനിതകളുടെ ക്ഷേമത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയാണ് UN വിമൺ.
UN വിമൺ സ്ഥാപിതമായ വർഷമാണ് 2010 ജൂലൈ. UN വിമൺ സ്ഥാപിതമായ വർഷമാണ് 2010 ജൂലൈ. UN വിമൺ പ്രവർത്തനം ആരംഭിച്ചത് 2011 ജനുവരി 1 മുതലാണ്. UN വിമൺ പ്രവർത്തനം ആരംഭിച്ചത് 2011 ജനുവരി 1 മുതൽ. ആസ്ഥാനം ന്യൂയോർക്കിലാണ്. ആസ്ഥാനം ന്യൂയോർക്ക്. ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് മിഷേൽ ബാഷ്ലറ്റ്. ചിലിയുടെ മുൻ പ്രസിഡന്റാണ് മിഷേൽ ബാഷ്ലറ്റ്. ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് മിഷേൽ ബാഷ്ലറ്റ്, ചിലിയുടെ മുൻ പ്രസിഡന്റ്. ചരിത്രത്തിൽ ആദ്യമായി UN വിമണിന്റെ ഗുഡ്വിൽ അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട പുരുഷനാണ് ഫർഹാൻ അക്തർ. ചരിത്രത്തിൽ ആദ്യമായി UN വിമണിന്റെ ഗുഡ്വിൽ അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട പുരുഷനാണ് ഫർഹാൻ അക്തർ. സ്ത്രീ പുരുഷ തുല്യത ലഭ്യമാക്കുക എന്നത് ഭരണകൂടത്തിന്റെ കടമയായി UN ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് 1979. സ്ത്രീ പുരുഷ തുല്യത ലഭ്യമാക്കുക എന്നത് ഭരണകൂടത്തിന്റെ കടമയായി UN ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് 1979. ലിംഗസമത്വത്തിനു വേണ്ടിയുള്ള UN സംഘടനയായ ഹി ഫോർ ഷീയുടെ പ്രചാരകനായ പ്രശസ്ത ചലച്ചിത്ര നടനാണ് അനുപം ഖേർ. ലിംഗസമത്വത്തിനു വേണ്ടിയുള്ള UN സംഘടനയായ ഹി ഫോർ ഷീയുടെ പ്രചാരകനായ പ്രശസ്ത ചലച്ചിത്ര നടനാണ് അനുപം ഖേർ. വനിതാ ശാക്തീകരണത്തിനും ലിംഗസമത്വത്തിനും വേണ്ടിയുള്ള UN വിമണിന്റെ ഇന്ത്യയിലെ വക്താവായി നിയമിതയായ വ്യക്തിയാണ് ഐശ്വര്യ ധനുഷ്. വനിതാ ശാക്തീകരണത്തിനും ലിംഗസമത്വത്തിനും വേണ്ടിയുള്ള UN വിമണിന്റെ ഇന്ത്യയിലെ വക്താവായി നിയമിതയായ വനിതയാണ് ഐശ്വര്യ ധനുഷ്.